വാട്സപ്പിൽ പുതുതായിട്ട് ആരും അറിയാണ്ട് നിശബ്ദമായിട്ട് വന്ന 2 ഫീച്ചറുകൾ കാണിച്ചു തരാം. അടിപൊളി ഫീച്ചറുകളാണ്, ഉപകാരമുള്ള ഫീച്ചറുകളാണ്. നമ്മളിപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവും. ഓരോ ഗ്രൂപ്പിലും 100 കണക്കിന് മെമ്പർമാരുണ്ടാവും. ചില ഗ്രൂപ്പിൽ നമ്മളെ പരിചയപ്പെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ള മെമ്പർമാർക്ക് നമ്മളാരാന്ന് മനസ്സിലാകുകയില്ല. അതിന് നമുക്കൊരു ടാഗ് കൊടുക്കാനുള്ള, നമ്മളെ പേരിൻ്റെ കൂടെ ഒരു ടാഗ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വന്നിക്ക് അടിപൊളിയാണ്. പിന്നെ ന്യൂ ഇയറിൻ്റെ സ്റ്റിക്കറുകളും, ഇത് രണ്ടും കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഗ്രൂപ്പ് എടുക്കാം. ഒരു ഗ്രൂപ്പ്, നിങ്ങളുള്ള ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ അതിലുള്ള മെമ്പർമാരെല്ലാം ഉണ്ടാവുമല്ലേ. ഏറ്റവും മേലെ നമ്മളെ പേരുണ്ടാകുക. ആ നമ്മളെ പേരിൻ്റെ കൂടെ ഏഡ് മെമ്പർ ടാഗ് എന്നും പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആരാ, മറ്റുള്ള ആൾക്കാർക്ക് നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു ടാഗ് ഇവിടെ ഏഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇതിൽ വ്ളോഗർ എഴുതാം കേട്ടോ. വ്ളോഗർ എഴുതി സേവ് ചെയ്ത്, ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രൂപ്പിലുള്ള ഏത് മെമ്പർ നമ്മളെ പേര് നോക്കുന്നേരം അല്ലെങ്കിൽ ആ ഇൻഫോ എടുത്ത് നോക്കുന്നേരം നമ്മളെ പേരിൻ്റെ കൂടെ നമ്മൾ കൊടുത്ത ആ ടാഗ് ഉണ്ടാവും. ആ ടാഗ് കണ്ടിട്ട് ഏതൊരു മെമ്പർക്കും, ഗ്രൂപ്പിലുള്ള ഏതൊരു മെമ്പർക്കും നമ്മളെ തിരിച്ചറിയുകയും ചെയ്യാം. ഇനി അടുത്തത് സ്റ്റിക്കർ കേട്ടോ. അടിപൊളി ന്യൂ ഇയർ സ്റ്റിക്കറുകൾ വന്നിക്ക് വാട്സപ്പിൽ. പക്ഷേ അത് എങ്ങനെയാണ് ആഡ് ചെയ്യുക? ഇപ്പം ഞാനൊരു ചാറ്റ് എടുത്തിട്ട് അതിൽ സ്റ്റിക്കർ എന്നുള്ള ഭാഗം എടുത്താൽ ഏറ്റവും താഴെ ഭാഗത്ത് ലാസ്റ്റ് ഒരു പ്ലസ് ബട്ടൺ കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം ഹാപ്പി ന്യൂ ഇയർ എന്നും പറഞ്ഞിട്ട് മേലെ തന്നെ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ അതിവിടെ ഈ പ്ലസ് ബട്ടൺ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്താൽ നമ്മളെ സ്റ്റിക്കറിൻ്റെ കൂട്ടത്തിൽ ഹാപ്പി ന്യൂ ഇയറിൻ്റെ ആ സ്റ്റിക്കറും കൂടി ആഡ് ആയിക്കോളും. ഇഷ്ടമുള്ള സ്റ്റിക്കർ നമുക്ക് സെൻഡ് ചെയ്യാം. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നില്ലേ, ഈ സ്റ്റാറ്റസിൽ പുതിയൊരു ഓപ്ഷൻ വന്നിക്കില്ല, ലേഔട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒരു 4 ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുക. ഒരു 4 ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്ത് ഇവിടെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയ പോപ്പപ്പ് വരുന്നുണ്ട്. കണ്ട, സെലിബ്രേറ്റ് 2026 വിത്ത് എ സ്പെഷ്യൽ സ്റ്റിക്കർ എന്നും പറഞ്ഞിട്ട് ഈ ആഡ് സ്റ്റിക്കർ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ കണ്ട ഒരു അടിപൊളി അനിമേഷൻ വന്ന് 2026 എന്നും പറഞ്ഞ്. അപ്പോൾ ന്യൂ ഇയറിന് ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്ന ഇതും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്ക്, അടിപൊളി ഉണ്ടാവും, നല്ല രസമുണ്ട്. എന്നിട്ട് ഇതങ്ങ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് സെൻഡ് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ന്യൂ ഇയർ ആയിക്കില്ലല്ലോ, അത് തന്നെയല്ല ഏതൊക്കെയോ ഫോട്ടോ കാണിച്ചു തരാൻ വേണ്ടി സെലക്ട് ചെയ്താൽ. അപ്പോൾ വാട്സപ്പിൽ വന്ന ഈ 2 ഫീച്ചറുകളെ പറ്റി നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഉപകാരമാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടിക്ക് എന്നാൽ പിന്നെ ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മാപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.